26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. ദൈവത്തിന്റെ സ്വന്തം നാടാണ് കേരളം. കേരളത്തിൽ ഒരു മിനി സ്വിറ്റ്സർലൻഡ് ഉണ്ടെങ്കിലോ? ചോദ്യം കേട്ട് ഞെട്ടണ്ട, അങ്ങനെയൊന്നുണ്ട്. എറണാകുളം ജില്ലയിൽ കോതമംഗലത്ത് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന് സമീപമാണ് ഈ മിനി സ്വിറ്റ്സർലൻഡ്. സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ് ഈ പേര് പ്രശസ്തമായത്. ഭൂതത്താൻകെട്ട് ഡാമിന്റെ റിസർവോയറിന്റെ ഭാഗമാണ് ഈ പ്രദേശം. ഡാമിന്റെ ഷട്ടറുകൾ തുറന്നതോടെ മനോഹരമായ പുൽമേടായി മാറിയ ഒരു കൊച്ചിയിടം. വിശാലമായി പരന്നു കിടക്കുന്ന പച്ചപ്പ്, അതിലൂടെ ചെറിയ അരുവികൾ, കുറച്ചു മാറി തെളിഞ്ഞു കാണുന്ന ഇടമലയാർ പുഴ, കോടമഞ്ഞു പുതച്ച മലനിര. ഒരു പെർഫെക്റ്റ് കോമ്പിനേഷൻ എന്നാണ് ഇവിടെ വന്നു പോകുന്നവർ പറയുന്നത്. ശരിക്കും ഞങ്ങൾ തട്ടേക്കാട് പക്ഷി സങ്കേതം കാണാൻ വന്നതാണ്. അവിടുത്തെ ഉദ്യോഗസ്ഥരാണ് ഇങ്ങനെയുള്ള സ്ഥലത്തെക്കുറിച്ച് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഒരു മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്ന പേര് അനർത്ഥമാക്കുന്ന പോലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഫോട്ടോ എടുക്കാനും ചെറിയ വെള്ളച്ചാട്ടവും അരുവിയൊക്കെ പോലെ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. തട്ടേക്കാട് പക്ഷി സങ്കേതം കാണുന്ന ആളുകൾ ഇതും കൂടെ കണ്ടാലാണ് ഈ ഭൂമിശാസ്ത്രപരമായിട്ട് നോക്കുമ്പോൾ അത് കറക്റ്റ് ആവുള്ളൂ എന്ന് ഞാൻ പറയും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ്. ഇവിടെ വന്നുപോയവർ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ചിത്രങ്ങളും വീഡിയോകളും പ്രചരിപ്പിച്ചതോടെ എല്ലാ അവധി ദിവസങ്ങളിലും നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. പ്രകൃതിയെ തൊട്ടറിയാൻ പറ്റിയ സ്ഥലമെന്ന് ഇവരും പറയുന്നു. ഇക്കോ ടൂറിസത്തിന് വലിയ സാധ്യതയുള്ള പ്രദേശമാണിതെന്നും പ്രകൃതിക്ക് കോട്ടം വരാതെ ഈ പ്രദേശം സംരക്ഷിച്ചാൽ വലിയ സാധ്യതകളുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു. എൻ്റെ പേര് നിഫിൻ, ഞാൻ ഈ പ്രദേശവാസിയാണ്. അതിമനോഹരമായ ഒരു സ്ഥലമാണ് നമുക്ക് മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന തട്ടേക്കാടിൻ്റെ, കോതമംഗലം താലൂക്കിൽ തട്ടേക്കാടിൻ്റെ നഗര കൊച്ചു ഗ്രാമത്തിലുള്ള അതിമനോഹരമായ ഒരു സ്ഥലമാണിത്. വളരെയധികം ടൂറിസ്റ്റുകളും വിസിറ്റേഴ്സും വരുന്ന അതിമനോഹരമായ പുല്ലുകളും പുൽമേടുകളും അരുവികളും തോടുകളും പുഴകളും എല്ലാം നിറഞ്ഞ അതിമനോഹരമായ ഒരു സ്ഥലം. ടൂറിസ്റ്റിനാണെങ്കിൽ നല്ല 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 മനോഹരമായി പ്രകൃതിയാലും നല്ല ഭംഗിയോടുകൂടി ഒരുക്കിയിരിക്കുന്ന ഒരു പ്രദേശം. ഇത് നല്ലൊരു സാധ്യതയുള്ള സ്ഥലമാണ്. അനേകം ആൾക്കാർ വരുന്നുണ്ട്. നമ്മളിതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും എക്കോ ടൂറിസം പോലെ അതിമനോഹരമായി ഇതിനെ പരിപാലിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. മാത്രമല്ല ഇവിടുത്തെ പുല്ലുകളും പുൽമേടുകളും എല്ലാം നശിക്കാനോ അല്ലെങ്കിൽ അതിനൊരു കേടുപാട് വരുന്ന പ്രവൃത്തികളോ ഒന്നും നമ്മൾ മാനുഷികമായി ചെയ്യരുത്. കാരണം ഇവിടെ വരുന്നത് നല്ല കാര്യം തന്നെ. ഇവിടെ വന്ന് കണ്ട് ആസ്വദിക്കാനും ഇതിനെ നോക്കി കാണുവാനും ഒക്കെ നല്ല കാര്യം തന്നെ, നല്ലൊരു ടൂറിസം പ്ലേസാണ്. പക്ഷേ നമ്മൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കഴിവതും എല്ലാവരും ഒഴിവാക്കി ഇങ്ങനെ എക്കോ ടൂറിസം ആയിട്ട് കാത്തു സൂക്ഷിക്കുകയും ഈ വരുന്ന വേസ്റ്റുകൾ ഇവിടെ ഡംപ് ചെയ്യാതെ കൊണ്ടുവരുന്ന ഒരു ടൂറിസം പ്ലേസാണ്. നമുക്കറിയാം ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവരും, പക്ഷെ അത് നിങ്ങൾ തന്നെ കയ്യിൽ സൂക്ഷിച്ച് നിങ്ങൾ തന്നെ ഇവിടെ ഡംപ് ചെയ്യാതെ അത് പറ്റുന്ന രീതിയിൽ മറ്റുള്ള സ്ഥലത്ത് ഡംപ് ചെയ്യുകയും ഈ പറയുന്ന മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കാൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. കോതമംഗലത്ത് നിന്ന് ഏകദേശം 15 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന് സമീപത്തെ ഈ പുൽമേട്ടിലെത്താം. ഇപ്പോൾ ഇവിടം പ്രകൃതി സ്നേഹികളുടെയും ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവരുടെയും ഒപ്പം കുടുംബത്തോടൊപ്പം കുറച്ചു സമയം നന്നായി ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുമെല്ലാം ആകർഷണമായി മാറിക്കൊണ്ടിരിക്കുന്നു. Subscribe to One India and never miss an update.